ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും അനു സിംപ്ലി ബ്യൂട്ടി ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ മൈസൂർ പോയിട്ടുള്ള ഒരു ട്രിപ്പ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് നിങ്ങളുമായിട്ട് അതാണ് ഷെയർ ചെയ്യാനായിട്ട് പോണത്. ഓക്കെ, ഞങ്ങൾ ഒരു 7:30 മോർണിംഗ് യാത്ര തിരിക്കുന്നത്. ഒരു ഫ്രൈഡേ 7:30 യാത്ര തിരിക്കുന്നത്. ഒരു 8:30 ആയ സമയത്ത് ഞങ്ങൾ കോഴിക്കോടുള്ള ബൈപ്പാസ് ഭാഗത്തുള്ള ഒരു അന്നപൂർണ ഹോട്ടലിൽ കയറിയിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഞങ്ങൾ 5 ഫാമിലീസ് ഉണ്ട്. ഓക്കെ, പിന്നെ ഒരു ട്രാവലറാണ് ബുക്ക് ചെയ്തത്. ചെറിയൊരു ട്രാവലറാണ് കേട്ടോ. 5 ഫാമിലീസിന് പോകാൻ പറ്റിയിട്ടുള്ള ഒരു ട്രാവലറാണ്. AC ട്രാവലറായിരുന്നു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കാരണം എല്ലാവർക്കും ക്ഷീണമൊക്കെ ആയതുകൊണ്ട് ഒന്ന് മയങ്ങുമായിരുന്നു. അങ്ങനെ ഞങ്ങളിതാ വയനാട് ചുരം കയറി. ഓക്കെ, വയനാട് ഭാഗത്തൂടെയാണ് നമ്മൾ കർണാടക മൈസൂർ പോണത്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണത്, എങ്കിലൊന്ന് പറഞ്ഞു എന്ന് മാത്രം. അങ്ങനെ ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് പോയത് കേട്ടോ. ഓക്കെ, പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു വണ്ടിയിൽ. അങ്ങനെ ഞങ്ങൾ ചുരത്തിൻ്റെ ഏറ്റവും മേലെ എത്തിയ സമയത്ത് അവിടെ നിർത്തി ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ആ ഒരു വ്യൂ കണ്ടു കേട്ടോ. അവിടെ നിന്ന് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. എല്ലാവരും ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു വൈബ് എന്ന് പറയാൻ ഉച്ചയായിരുന്നു ആ ഒരു സമയം. നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ഞങ്ങളത് കാണാനായിട്ട് അവിടെ ഇറങ്ങിയതാണ് കേട്ടോ. വണ്ടി നിർത്തി ഇറങ്ങിയതാണ്. എല്ലാവരും ഉണ്ടായിരുന്നു. ഹരിയേട്ടൻ, മഹേഷേട്ടൻ, എൻ്റെ ഹസ്സും, മോനും, പിന്നെ പ്രസാദേട്ടനും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. ശ്രീലക്ഷ്മി, അതുപോലെ തന്നെ മക്കൾസ് ഒക്കെ ഉണ്ടായിരുന്നു. എടുത്തു പറയാൻ എല്ലാവരുടെ പേരും എടുത്തു പറയേണ്ട തന്നെയാണ്. കെ ഇന്ദുച്ചി, ജിഷ്മ, സരിത, ലച്ചു, മക്കൾസ് എല്ലാവരും, ശ്രീകുട്ടി എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. പിന്നെ കുറേ നേരമൊന്നും നമുക്കിവിടെ അങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ ജസ്റ്റ് മൈസൂർ പോണ വഴി ആ ഒരു വ്യൂ കണ്ടപ്പോൾ അവിടെ നിർത്തി ജസ്റ്റ് ഒന്ന് വ്യൂ ഒന്ന് കണ്ടു പോന്നു, അത്രയേ ഉള്ളൂ. തിരിച്ച് ഞങ്ങളിതാ വണ്ടിയിൽ കയറി യാത്ര തിരിച്ചു. പിന്നെ ഞങ്ങൾ മുത്തങ്ങ വഴിയാണ് പോണത് എന്നുള്ളത് കൊണ്ട് തന്നെ നല്ല രസമായിരുന്നു. ആ ഒരു കാടിൻ്റെ നടുക്കൂടെ ആയിട്ട് റോഡ് പോണത് കാണാനായിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ആ ഒരു എന്താ പറയുക, ആ ഒരു വൈബ് എന്ന് പറയാം കേട്ടോ. നടുക്കൂടെ റോഡ്, അതായത് കാടിൻ്റെ നടുക്കൂടെ ആയിട്ട് റോഡ് പോണത് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഓക്കെ, പിന്നെ കാടിൻ്റെ ആ ഒരു അതായത് 2 സൈഡിലായിട്ടും ആനകളും അതുപോലെ കുരങ്ങന്മാരും മാനുകളും മയിലുകളും ഒക്കെ ഉണ്ടായിരുന്നു. ടൈഗർ എന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ടൈഗറെ ഞങ്ങൾ കണ്ടില്ല കേട്ടോ. അങ്ങനെ മുത്തങ്ങ ഭാഗത്ത് എത്തിയ സമയത്ത് എല്ലാവരും 11:30 ചായക്കായിട്ട് ഇറങ്ങി കേട്ടോ. അങ്ങനെ ഞാനും കുടിച്ചു ചായ. ഞാൻ ലെമൺ ടീ ആണ് കുടിച്ചത്, ചായ അല്ല കേട്ടോ, ലെമൺ ടീ ആണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ലെമൺ ടീ. അങ്ങനെ മധുരമൊക്കെ ഇട്ട് നല്ലൊരു ലെമൺ ടീ കുടിച്ചു. ബാക്കിയുള്ളവർ ചായയൊക്കെ ആയിട്ട് കുടിച്ചു. ജ്യൂസ് കുടിച്ചവരുണ്ട്, അതുപോലെ പാല് കുടിച്ചവരുണ്ട്. എൻ്റെ മോൻ പാലാണ് കേട്ടോ കുടിക്കുക. അങ്ങനെ മോൻ പാലൊക്കെ കുടിച്ചു. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വണ്ടിയിൽ കയറി. പിന്നെയും നമ്മൾ ഈ കാടിൻ്റെ നടുക്കൂടെ തന്നെയാണ് കേട്ടോ പോണ്ടി വരുന്നത്. അങ്ങനെ ഞങ്ങളിതാ ഫോറസ്റ്റ് ഭാഗത്തൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് അങ്ങനെ പോവാനുണ്ട് കേട്ടോ, ഒരു ഇച്ചിരി ദൂരം അങ്ങനെ പോവാനുണ്ട്. നല്ല വൈബാണ് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടമായി ആ ഒരു യാത്ര. പിന്നെ ഈ ഒരു ട്രാവലർ AC വണ്ടി ആയതുകൊണ്ട് അവർ ഈ റൂം ഫ്രഷർ പോലത്തെ സംഗതികളൊക്കെ ഇതിലുണ്ടായിരുന്നു. അത് കാരണം എനിക്ക് മനം പുരട്ടലും അതുപോലെ തന്നെ തലവേദനയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മൂടിയിരിക്കുന്നത്. ഇതേപോലെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പം AC-യിലൊക്കെ പോകുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഇതേപോലെയുള്ള അസുഖങ്ങളൊക്കെ വരാറുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് മയിലമ്മ കേട്ടോ, നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഞങ്ങളിതാ കർണാടക ബോർഡർ എത്തി, കർണാടകയിലേക്ക് കയറി. അവിടെ RTO ഓഫീസിൻ്റെ മുന്നിൽ ഒരു 3 to 5 മിനിറ്റ്സ് നിർത്തിയിടേണ്ടി വന്നു. അവർ വണ്ടിയുടെ ബുക്കും പേപ്പേഴ്സും ഒക്കെ ചോദിച്ചായിരുന്നു. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു 3 to 5 മിനിറ്റ്സ് വണ്ടി നിർത്തിയിടേണ്ടി വന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും മൈസൂർക്ക് തിരിച്ചു. പിന്നെ ഉച്ചയായ സമയത്ത് ഞങ്ങൾ ലഞ്ച് കഴിച്ചത് കർണാടകയിലുള്ള ഒരു പ്യുവർ വെജ് ഹോട്ടലിൽ നിന്നാണ്.
ഭക്ഷണം അത്ര പോരായിരുന്നു കേട്ടോ. നമ്മുടെ കേരള സ്റ്റൈലൊന്നും അല്ല കേട്ടോ. കർണാടക ആയിക്കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ, അവിടുത്തെ സ്റ്റൈലായിരിക്കും. ഓക്കെ, പക്ഷേ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അവർ ഫ്രൈഡ് റൈസ് എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് തന്നത് ബിരിയാണിയും, ബിരിയാണി എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് തന്നത് ഫ്രൈഡ് റൈസും ആയിരുന്നു കേട്ടോ. എനിക്ക് തന്നെ ആകെ കൺഫ്യൂഷനായി, ഏതാണ് ഫ്രൈഡ് റൈസ് ഏതാണ് ബിരിയാണി എന്നുള്ളത്. പിന്നെ വിശപ്പിൻ്റെ ആ ഒരു ഇത് വന്നപ്പം ഒന്നും നോക്കിയില്ല, അത്യാവശ്യം ഫുഡങ്ങ് കഴിച്ചു. ഓക്കെ. അങ്ങനെ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം തിരിച്ച് മൈസൂർ കൊട്ടാരത്തിലേക്ക് യാത്ര തിരിച്ചു. മൈസൂർ കൊട്ടാരത്തിൻ്റെ മുമ്പിലാണ് ഞങ്ങളിപ്പോൾ എല്ലാവരും നിൽക്കുന്നത്. ഇതാണ് മൈസൂർ കൊട്ടാരത്തിലേക്കുള്ള എൻട്രി കേട്ടോ. നമ്മളിവിടുന്ന് പാസ് എടുത്തിട്ട് വേണം, ഈ ഒരു ഭാഗത്തൂടെയാണ് നമ്മൾ ഉള്ളിലേക്ക് കയറേണ്ടത്. അങ്ങനെ ഞങ്ങളെല്ലാവരും എൻട്രി ഭാഗത്തേക്കാണ് കയറിയത്. എൻട്രി ഭാഗത്തുനിന്ന് ബാഗും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷമാണ് അവർ ഉള്ളിലേക്ക് കടത്തി വിടുക. അങ്ങനെ ഞങ്ങൾ ഉള്ളിൽ കയറിയ സമയത്ത് നമ്മൾ പാലസിനകത്തേക്ക് കയറണം എന്നുണ്ടെങ്കിൽ ചെരുപ്പുകൾ അവിടെ അഴിച്ചു വെക്കണം. അങ്ങനെ ചെരുപ്പുകൾ ഞങ്ങൾ അവിടെ സഞ്ചിയിലാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അവർ നമുക്കൊരു ടോക്കൺ തരും. ആ ടോക്കൺ നമ്മൾ തിരിച്ചു കൊടുത്താൽ നമ്മുടെ ചെരുപ്പുകളൊക്കെ നമുക്ക് തിരിച്ചു മേടിക്കുകയും ചെയ്യാം. ഓക്കെ, അങ്ങനെ ചെരുപ്പുകളൊക്കെ ഞങ്ങൾ സേഫാക്കി വെച്ചു. അതിനുശേഷം എല്ലാവരും പാലസിനകത്തേക്ക് കയറി. അടിപൊളിയാണ് കേട്ടോ ആ ഒരു പാലസ് എന്ന് പറയാൻ. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു തന്നെ ആകണം, പോയി കണ്ടു തന്നെ ആകണം. അത്രയ്ക്ക് അടിപൊളിയാണ് ആ ഒരു പാലസ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എല്ലാവരും ഒരുമിച്ച് തന്നെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. നല്ല ഭംഗിയായിരുന്നു. ഇനി നമുക്ക് പാലസിനകത്തുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ഞങ്ങളിതാ പാലസിനകത്താണ് കേട്ടോ ഉള്ളത്. പാലസിനകത്തുള്ള കാഴ്ചകളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇതൊരു പെയിൻറ്റിംഗ് ആണ് കേട്ടോ, അടിപൊളി പെയിൻറ്റിംഗ് ആണ്. ഒരു ദേവിയുടെ പെയിൻറ്റിംഗ് ആണ്, അടിപൊളിയാണ്. പണ്ടത്തെ കാലത്തെ പെയിൻറ്റിംഗ് എന്ന് പറയുമ്പം അത്രയേറെ റിസ്ക് എടുത്തിട്ടായിരിക്കും അവർ ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, പിന്നെ ഇതൊരു ലിഫ്റ്റാണ്. ലിഫ്റ്റ് കേട് വന്നിരിക്കുന്നൊരു ലിഫ്റ്റാണ്.
പിന്നെ ഒരുപാട് ഡ്രസ്സിങ് ടേബിളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു 5-6 ഡ്രസ്സിങ് ടേബിളോളം ഞാൻ കണ്ടു. അടിപൊളിയാണ്, എല്ലാം തന്നെ അടിപൊളിയാണ്. പിന്നെ ഇതൊരു മണ്ഡപമാണ് കേട്ടോ. നമ്മൾ പറയത്തില്ലേ പണ്ടത്തെ രാജാക്കന്മാർ നൃത്തം കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു നൃത്ത മണ്ഡപം, പാട്ടുത്സവ മണ്ഡപം എന്നൊക്കെ, അതായിരിക്കും എന്ന് വിചാരിക്കുന്നു, എനിക്കറിയത്തില്ല. ഈ ഒരു മണ്ഡപം എന്താണെന്നുള്ളത് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ അവരൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, ഞാൻ എൻ്റെ ഒരു അറിവ് വെച്ച് പറഞ്ഞു എന്ന് മാത്രം. പിന്നെ അവിടെ സിൽവർ ഡോർ ഉണ്ടായിരുന്നു, അത് കണ്ടു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതുവരെയും മൈസൂർ കൊട്ടാരത്തിൽ പോവാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി കൂടിയാണ് ഈ ഒരു ടൂർ ട്രിപ്പിൻ്റെ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ പോവാത്തവരുണ്ടെങ്കിൽ പോയി തന്നെ കാണണം എന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. ഇതൊരു അടിപൊളി ഫാൻസി ലൈറ്റാണ് കേട്ടോ. പണ്ടത്തെ കാലത്ത് ഫാൻസി ലൈറ്റ് എന്ന് പറയുമ്പം അവർ തിരി തെളിയിച്ചിട്ടാണ് ഫാൻസി ലൈറ്റ് കത്തിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴത്തെ കാലത്തെ ഫാൻസി ലൈറ്റ് എന്ന് പറയുമ്പം ബൾബ് കത്തിച്ചിട്ടാണല്ലോ, ആ ഒരു ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, ഇതാണ് കൊട്ടാരത്തിൻ്റെ പുറമെ ഭാഗം കേട്ടോ. പിന്നെ അടുത്ത് തന്നെ ആയിട്ട് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ മന്ദിരമുണ്ട്. അതിന് മുന്നിലായിട്ട് നല്ലൊരു ഗാർഡനൊക്കെ ഉണ്ട്. അടിപൊളിയാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ ഒരു മൈസൂർ കൊട്ടാരം. എനിക്ക് വീണ്ടും വരണം എന്ന ആഗ്രഹം ഉള്ള ഒരു കൊട്ടാരമാണ് ഈ മൈസൂർ പാലസ് കേട്ടോ. ഓക്കെ, പിന്നെ മൈസൂർ പാലസിൽ പോയവരുണ്ടെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ മൈസൂർ പാലസ് ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഷുവറായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും പോയി കണ്ടു നോക്കണം. അടിപൊളിയാണ്, നമുക്കിഷ്ടപ്പെടും. എല്ലാവരും ഹായ് പറയുന്നുണ്ട്. ഓക്കെ, ഇനി ഞങ്ങൾ ഇവിടുന്ന് ഈ ഒരു ഭാഗമാണ് കേട്ടോ മൈസൂർ പാലസിൻ്റെ ഫ്രണ്ട് ഭാഗം എന്ന് പറയുന്നത്. മെയിനായിട്ടുള്ള ഒരു ഭാഗമാണ് മൈസൂർ പാലസിൻ്റെ ഈ ഒരു ഭാഗം. നിങ്ങൾ കണ്ടു എന്ന് തന്നെ വിചാരിക്കുന്നു. ഇനി ഇവിടുന്ന് ഞങ്ങൾ നേരെ പോയത് ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിലേക്കാണ്. അങ്ങനെ ഞങ്ങൾ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൽ കയറി തൊഴുതിറങ്ങി. അപ്പോഴേക്കും 7:30-8 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നല്ലൊരു റെസ്റ്റോറൻറ്റിൽ കയറി. അവിടെ നിന്ന് നമ്മുടെ ഒരു ദോശ പോലത്തെ ഒരു സംഗതിയാണ് കേട്ടോ കഴിച്ചത്. എനിക്ക് പേര് പിടികിട്ടുന്നില്ല. അങ്ങനെ എല്ലാവരും അത് തന്നെയാണ് വാങ്ങിച്ചത്. നല്ല ടേസ്റ്റി ഫുഡായിരുന്നു, ചിക്കനൊക്കെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ഈ ഒരു റെസ്റ്റോറൻറ്റിലെ ഭക്ഷണം അടിപൊളിയായിരുന്നു. എല്ലാവർക്കും മൊത്തത്തിൽ ഈ ഒരു റെസ്റ്റോറൻറ്റിലെ ഫുഡ് ടേസ്റ്റി സൂപ്പർ ഫുഡാണെന്ന് പറയാം കേട്ടോ. എനിക്ക് മോനും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഫുഡാണ് ഈ ഒരു റെസ്റ്റോറൻറ്റിലെ ഫുഡ്. പിന്നെ ഈ ഒരു ഫുഡ് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ പോണത് വില്ലയിലേക്കാണ് കിടന്നുറങ്ങാനായിട്ട്. ഇനി ഈ ഒരു ട്രിപ്പിൻ്റെ പാർട്ട് 2 ആയിട്ട് ഉടനെ തന്നെ അപ്ലോഡ് ആവുന്നതായിരിക്കും. എല്ലാവരും കണ്ടു നോക്കണം. ഓക്കെ, പിന്നെ ഈ ഒരു വീഡിയോയും നിങ്ങൾ കണ്ടു നോക്കി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത പാർട്ട് 2 കാണാം. ബൈ.